മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഖുർആനിലെ ഒരു സൂറത്താണ്. ഈ സൂറത്ത് വളരെ മഹത്വമുള്ള, പ്രതിഫലമുള്ള ഒരു സൂറത്താണ്. ഏതാണ് ഈ സൂറത്ത്? ഈ സൂറത്ത് ഓതിയാൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സാധനം എന്താണെങ്കിലും, പണമാവട്ടെ, പൈസയാവട്ടെ, അതുപോലെ നമ്മളെ മക്കൾ നമ്മളിൽ നിന്ന് കാണാതായി, അതുപോലെ നമ്മളെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി, മാതാപിതാക്കളുമായി കച്ചറയുണ്ടായി, അതുപോലെ മക്കൾ ഇറങ്ങിപ്പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മക്കൾ, അവരൊക്കെ തിരിച്ചു വരാനും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുവാനൊക്കെ ഉപകരിക്കുന്ന ഒരു സൂറത്താണ്. ഏറ്റവും പ്രതിഫലമുള്ളത് കളവ് പോവലിനെ തൊട്ട് കാവൽ നൽകുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്ത് 11 പ്രാവശ്യം ഒരു ദിവസം ഒരു മനുഷ്യൻ ഓതിയാൽ അവൻ്റെ വീട്ടിൽ സംരക്ഷണമുണ്ടാവും. അവൻ്റെ മതിലിനെ അള്ളാഹു സംരക്ഷിച്ചു കൊള്ളുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ്. സ്വഹാബത്ത് വഴി താബീങ്ങൾ നമ്മളിലേക്ക് എത്തിയതാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വല്ലാഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ അലം യജ്ദിക യതീമൻ ഫഹാവാ ووجدك ضالا فهدى ووجدك عائلا فعانا فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഈ സൂറത്ത് 11 തവണ ഓതിക്കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് സ്വർണമാവട്ടെ, പണമാവട്ടെ, എന്താണോ, ഇത് 11 പ്രാവശ്യം ഓതിക്കൊണ്ട് നമ്മൾ തിരഞ്ഞു നോക്കിയാൽ നമുക്ക് ആ സാധനം കിട്ടുമെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. 11 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയതിന് ശേഷം നമ്മൾ ആ സാധനം തിരഞ്ഞു നോക്കിയാൽ, വെച്ചെടുത്ത് കാണുന്നില്ലെങ്കിൽ നമുക്കതെന്താണ് തിരഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയും, കിട്ടുമെന്ന് മഹാന്മാരായിരിക്കുന്ന ഫുഖഹാകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്രക്കും മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹാ എന്ന് പറയുന്നത്. ഇത് നമ്മളെല്ലാവരും ഓതാൻ ശ്രമിക്കുക. സഹാബികളിൽപ്പെട്ട ഒരു സഹാബി ഇത് ഓതിക്കൊണ്ട് ഒരു രാത്രി കിടന്നുറങ്ങി. ആ വീട്ടിൽ മോഷ്ടാവ് വരികയും പല വസ്തുക്കളും എടുക്കുകയും ചെയ്തു. മോഷണ വസ്തുക്കളുമായി വീടിന് അകത്ത് നിന്ന് പുറത്തേക്കുള്ള വാതിലിനരികിൽ എത്തിയപ്പോൾ ആ വാതിൽ എന്താണ് അടഞ്ഞുപോയി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. വാതിൽ അടഞ്ഞുപോയി. തൻ്റെ കൈവശമുള്ള മോഷണ വസ്തു നിലത്ത് വെക്കുകയും ആ വാതിൽ തുറക്കുകയും ചെയ്തു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഉടനെ ആ വസ്തുക്കളെടുത്ത് വീണ്ടും ആ സഹോദരൻ മോഷ്ടാവ് വീണ്ടും ആ സാധനങ്ങൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. അപ്പോൾ എന്താണ്, വാതിൽ വീണ്ടും അടഞ്ഞുവെന്ന് മഹാന്മാർ പറയുകയാണ്. ഇങ്ങനെ വീണ്ടും ആവർത്തിച്ചപ്പോൾ മോഷ്ടാവ് ആ വസ്തുക്കൾ ആ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ച് തിരിച്ചുപോയി. ഇതെല്ലാം കണ്ട വീട്ടുടമസ്ഥൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ചൊല്ലേണ്ടത് ചൊല്ലി. എൻ്റെ ഭവനത്തെയും വസ്തുക്കളെയും അള്ളാഹു സംരക്ഷിച്ചു എന്ന് ആ വീടിൻ്റെ ഉടമസ്ഥന സഹാബത്ത് പറയുകയാണ്. ഞാൻ ചൊല്ലേണ്ടത് ചൊല്ലി, അതുകൊണ്ട് എൻ്റെ വീടും എൻ്റെ സമ്പത്തും അള്ളാഹു എന്നാണ് സംരക്ഷിച്ചു എന്ന് ആ സഹാബത്ത് പറയുകയാണ്. ആയത്തുൽ കുർസി എഴുതി അതിന്
അതുപോലെ ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകൾ സൂറത്തുൽ ളുഹ എല്ലാവരും പാരായണം ചെയ്യുക വീടുകളിൽ വെച്ചിട്ട്. ഇൻഷാ അല്ലാഹ് നമ്മളുടെയൊക്കെ എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കാണാതെയായിട്ടുണ്ടെങ്കിൽ 11 പ്രാവശ്യം വല്ലുഹ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് തിരഞ്ഞു നോക്കുക. അതുപോലെ നമ്മളെ വീടിൽ നിന്ന്